വിശുദ്ധ റംദാൻ മാസത്തിൽ വിദ്യാലയങ്ങളുടെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. റംദാൻ മാസത്തിൽ ദിവസവും പരമാവധി 5 മണിക്കൂറായിരിക്കും പ്രവൃത്തി സമയമെന്നാണ് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചത്. വെള്ളിയാഴ്ചകളിൽ സ്വകാര്യ വിദ്യാലയങ്ങൾ രാവിലെ 11:30 മുമ്പ് ക്ലാസുകൾ അവസാനിപ്പിക്കണം. നോമ്പെടുക്കുന്ന വിദ്യാർത്ഥികളെ ശാരീരിക വിദ്യാഭ്യാസ ക്ലാസുകളിൽ നിന്നും ഒഴിവാക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് എക്സ്പോ 2026 ദുബായ് എക്സ്പോ സിറ്റിയിൽ തുടക്കമായി. 50 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ദുബായ് വേൾഡ് സെന്ററിന് പുറത്ത് മുമ്പ് അറബ് ഹെൽത്ത് എന്നറിയപ്പെട്ടിരുന്ന വേൾഡ് ഹെൽത്ത് എക്സ്പോ നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 4300 പ്രദർശകരും 2,35,000 ആരോഗ്യ പ്രൊഫഷണലുകളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ദുബായ് വേൾഡ് ഹെൽത്ത് എക്സ്പോ വരുന്ന വ്യാഴാഴ്ച സമാപിക്കും. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കാർ പാർക്കിംഗ് ഷെഡുകൾ എടുത്തു മാറ്റണമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവ്. സ്വകാര്യ സ്വത്ത് അതിർത്തികൾക്ക് പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള കാർ പാർക്കിംഗ് ഷെഡുകളാണ് നിരോധിച്ചത്. ഇതിനായി റെസിഡൻഷ്യൽ ഭാഗങ്ങളിൽ പരിശോധനകൾ നടത്തുകയും നിയമലംഘകർക്ക് അവ നീക്കം ചെയ്യാൻ ഉത്തരവുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ വില്ലേജ് റംദാൻ മാസത്തിലെ സമയം പ്രഖ്യാപിച്ചു. റംദാൻ മാസത്തിൽ ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ വൈകുന്നേരം 5 മുതൽ പുലർച്ചെ 1 വരെയും വ്യാഴാഴ്ച മുതൽ ശനി വരെയുള്ള വാരാന്ത്യങ്ങളിൽ വൈകുന്നേരം 5 മുതൽ പുലർച്ചെ 2 വരെയുമായിരിക്കും ഗ്ലോബൽ വില്ലേജ് തുറന്ന് പ്രവർത്തിക്കുന്നത്. പനി സീസൺ ആരംഭിച്ചതോടെ ഗൾഫ് നാടുകളിൽ പലർക്കും പനിയും ചുമയും ക്ഷീണവും. ഈ അവസരത്തിൽ സ്വയം മരുന്ന് കഴിക്കുന്ന ശീലം ഉപേക്ഷിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് രോഗപ്രതിരോധം തടയാനുള്ള ശരീരത്തിന്റെ സ്വാഭാവികമായ കഴിവിനെ ദുർബലപ്പെടുത്തുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. പ്രവാസികൾക്കിടയിലാണ് ഈ പ്രവണത ഏറെയും കാണുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഒമാനിലെ മലയാളികളുടെ അഭിമാനമായിരുന്ന ഡോക്ടർ സി തോമസ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. പത്തനംതിട്ട കോന്നി കൈപ്പട്ടൂർ സ്വദേശിയായ ഡോക്ടർ തോമസ് ഏറെക്കാലമായി മസ്കറ്റിൽ ചികിത്സയിലായിരുന്നു. പ്ലാസ്റ്റിക് സർജറി മേഖലയ്ക്ക് തുടക്കം കുറിച്ച ഡോക്ടർ തോമസിന് ആരോഗ്യ രംഗത്തെ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 1991 ഒമാൻ സർക്കാർ പൗരത്വവും ഓർഡർ ഓഫ് ഒമാൻ പദവിയും നൽകിയിരുന്നു. ചാവക്കാട് കുരഞ്ഞിയൂർ കയ്യാലയിൽ സിറാജുദ്ദീൻ അന്തരിച്ചു. പ്രശസ്ത ഗസൽ ഗായിക സോമ ബാനർജി ചക്രവർത്തിയും സിനിമാ സംഗീത സംവിധായകൻ രഘുപതിയും ഒരുക്കുന്ന സേഫ് കെയർ ഗീത് ഗസൽ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം 7 മണി മുതൽ ഫ്ലോറ ക്രീക്ക് ഹോട്ടലിൽ നടക്കും. ചാനൽ 5+ ചെയർമാൻ ഒമർ അലി ഉദ്ഘാടനം ചെയ്യും. ജോസ് പോൾ അധ്യക്ഷത വഹിക്കും. വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.